പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം 44 ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയുമ്പോഴും ആൻറ്റി ഇൻകംബൻസി സ്വാഭാവികമായിട്ട് കുറച്ച് വരും. 47 സീറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ കോട്ടയം ജില്ലയിൽ ഞങ്ങൾ 5 എണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണം അത് ഇലക്ഷൻ കേസിലേക്ക് പോയിരിക്കുക. ഒരെണ്ണം 130 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതെ, കാഞ്ഞിരപ്പള്ളിയോട് ഇരിക്കുന്നത്. അത് കൗണ്ട് ചെയ്ത് തെറ്റുണ്ടായിരുന്നു. അതുമാത്രമല്ല, പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം പാലാ മേഖലയുള്ള നിയമസഭാ മണ്ഡലത്തിൽ 3 എണ്ണമായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചത്. എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങുന്ന ആ ബ്ലോക്കിൽ 3 ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഇച്ചിരി പുറകോട്ട് പോയി. ഇത് ഇപ്പോൾ കടുത്തുരുത്തി പറയും, ഞങ്ങൾ 2128 പാലാ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടിന് മുന്നിലാണ്. കടുത്തുരുത്തിയിൽ പറഞ്ഞു, കടുത്തുരുത്തി ജില്ലാ പഞ്ചായത്തുകൾ പരാജയപ്പെട്ടു. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ എടുത്തു നോക്കുമ്പോൾ 3300 വോട്ട് ഞങ്ങൾ പുറകോട്ടാണ്. പക്ഷെ ഒരു പഞ്ചായത്തിൽ, മാഞ്ഞൂർ പഞ്ചായത്തിൽ ഞങ്ങൾ 3000 വോട്ട് പുറകോട്ട് പോയി. ബാക്കി പോയത് 1-2 സ്ഥലത്ത് പോയതാ. അപ്പം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എവിടെയാ? മാഞ്ഞൂർ പഞ്ചായത്തിൽ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പാർലമെന്റ് മെച്ചപ്പെട്ടു. അതെ, പാർലമെന്റ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ മെച്ചപ്പെട്ടിരിക്കുകയാണ്.